ആലുവയിൽ നടന്ന ഒരു പെൺകുട്ടിയുടെ കൊലപാതകത്തെക്കുറിച്ച് നിങ്ങളും കേട്ടിരിക്കുമല്ലോ അല്ലേ? ഒരുപാട് വലിയ ആപത്തുകളിൽ നിന്നാണ് ആ കേസ് തെളിയിച്ചു കൊണ്ടുവന്നത്. ദിലീപ് ഒരു സാധാരണ പോലീസുകാരനായിരുന്നു. പക്ഷെ അവൻ്റെ മനസ്സിൻ്റെ മൂർച്ച ഷെർലക് ഹോംസിനോട് പോലും താരതമ്യം ചെയ്യാവുന്നതാണ്. ആലുവയിൽ നടന്ന ഒരു കൊലപാതകം, ഒരു പെൺകുട്ടിയുടെ ക്രൂരമായ മരണം കേരളത്തെ മുഴുവൻ നടക്കിയതാണ്. പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഓൺലൈൻ വാർത്തകളിലും ഒക്കെ വന്നതാണ്. ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് പോലീസ് മേധാവികൾ വിശ്വാസം വെച്ചത് ഒരേ ഒരു പേരിലാണ്, ദിലീപ്. മഴയുള്ളൊരു ദിവസം ദിലീപ് സംഭവ സ്ഥലത്തേക്ക് തിരിച്ചെത്തി. നിലത്ത് ചെളിയുടെ കുറേ പാടുകളുണ്ടായിരുന്നു. പക്ഷെ സാധാരണ ചെളിയല്ല, കളിമണ്ണ്. ദിലീപ് ആലോചിച്ചു, ആലുവയിൽ കളിമണ്ണുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു ചുവന്ന കാറിലിരിക്കുന്ന ആളിൻ്റെ ചെരുപ്പ് സ്ഥലത്ത് കണ്ട കളിമണ്ണ് നിറഞ്ഞ പാടുമായിട്ട് കൃത്യമായിട്ട് പൊരുത്തപ്പെട്ടു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയ പോലീസ് ഞെട്ടിപ്പോയി. പ്രതിയുടെ ശുക്ലത്തിൻ്റെ അടയാളം പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും, കൂടാതെ നഖങ്ങൾക്കിടയിൽ ഒരു തൊലിയുടെ കഷ്ണം. ദിലീപിന് ഉറപ്പായി ഈ കുറ്റത്തിന് പിന്നിൽ ഒരു വലിയ ഇരുട്ടുണ്ടെന്ന്. പക്ഷേ ശുക്ലത്തിൻ്റെ ജനിതക ഘടന വെച്ചിട്ടോ വേറെന്തെങ്കിലും വെച്ചിട്ടോ വേറൊരാളെ കണ്ടുപിടിക്കുക എന്ന മാർഗം ഇപ്പം നിലവിലില്ലതാണ്. പിന്നെ ആകെയുള്ളൊരു വഴി കളിമണ്ണിൻ്റെ വഴിയാണ്. കളിമണ്ണിൻ്റെ പാടുകൾ പിന്തുടർന്ന് ദിലീപ് എത്തിയതൊരു പഴയ സെമിത്തേരിയിലാണ്. അതിനോട് ചേർന്നിട്ട് ബ്രിട്ടീഷ് സാമ്രാജ്യകാലത്ത് പണിതിട്ടിരുന്നൊരു വലിയ പള്ളിയുണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ആരും തുറന്നിട്ടില്ലാത്ത ആ വാതിൽ ദിലീപ് തള്ളി തുറന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതൊക്കെ അടുത്തിടെ ആരൊക്കെയോ ഉപയോഗിച്ചിരുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അകത്ത് ചുമരുകളിൽ ചില ലാറ്റിൻ അക്ഷരങ്ങളിലും അങ്ങനെ കാണാൻ പറ്റി. ഒരു ഫോൺ വഴി ദിലീപ് ഈ ലാറ്റിൻ അക്ഷരങ്ങൾ വിവർത്തനം ചെയ്തു. സാത്താനെ പൂജിക്കൂ, അതിലാണ് നിനക്ക് രക്ഷ എന്നതായിരുന്നു അതിൻ്റെ അർത്ഥം. അവിടെ ഗർഭസ്ഥ ശിശുക്കളുടെ ചില അവശിഷ്ടങ്ങളും ചില രക്തങ്ങളും കുർബാനയുടെ അപ്പങ്ങളും അങ്ങനെ പലതരത്തിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളും കാണാൻ കഴിഞ്ഞു. ദിലീപിൻ്റെ ശരീരം വല്ലാതെ വിറച്ചു. സെമിത്തേരിയുടെ ഇളക്കം തട്ടിയ ഒരു മണ്ണ് അതിലൂടെ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ കണ്ടു ഒരു പഴയ കല്ലറ തുറന്നപ്പോൾ അവിടെ ഒരു ഭൂഗർഭ അറയിലേക്കുള്ള ചവിട്ടുപടിയായിരുന്നു. ആ ചവിട്ടുപടിയിലൂടെ അയാൾ ഇറങ്ങി. ഇരുട്ടിൻ്റെ ഒരു ലോകം തന്നെയായിരുന്നു അത്. അകത്ത് ദിലീപ് ഭയന്ന് വിറച്ചുപോയി. ആളുകളുടെയൊക്കെ ഒരു കരച്ചിൽ. അവിടെ നിരവധി യുവതികളും യുവാക്കളും തടവിലായിരുന്നു. അവർ ലഹരി മരുന്നുകളുടെ അടിമകളും വസ്ത്രരഹിതരായി മനുഷ്യനല്ലാത്ത അവസ്ഥയിൽ. ഇതൊരു സാത്താൻ്റെ ആരാധനാ സംഘമാണ്. പെൺകുട്ടിയുടെ കൊലപാതകവും ആലുവയിൽ നടന്ന പല ക്രിമിനൽ പശ്ചാത്തലങ്ങൾക്കും പിന്നിൽ ഈ ഒരു സംഘമാണ്, അല്ലെങ്കിൽ ഈ ഒരു സംഘത്തിൻ്റെ ഇരുണ്ട ചടങ്ങിൻ്റെ ഭാഗമാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. ദിലീപ് ഉടനെ തന്നെ വയർലെസ്സിലൂടെ പോലീസിനെ അറിയിച്ചു. പെട്ടെന്ന് തന്നെ ഒരു പോസ്റ്റിന് എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു പോലീസ് ഫോഴ്സ് എത്തി. ഭൂഗർഭത്തിലെ സംഘം എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. DNA പരിശോധന തെളിയിച്ചു കൊലപാതകം ചെയ്ത ഭീകരൻ അവിടെയുള്ള ഒരാളാണ് എന്ന്. ദിലീപ് കുറ്റവാളിയെ കണ്ടു. അവൻ്റെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നില്ല. പകരം ഒരുതരം ഉന്മാദം മാത്രമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടമായി. പക്ഷെ അവളുടെ മരണം വെറുതെയല്ല. ഇനിയൊരിക്കലും ഒരു കുട്ടിയും ഇത്തരം ഇരുട്ടിൻ്റെ ഇരയാകില്ല എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ടുള്ള മരണമായിരുന്നു. അല്ലെങ്കിൽ അവളുടെ ആത്മാവ് കാണിച്ചു തന്ന തെളിവിലേക്കുള്ള യാത്രയായിരുന്നു. ആലുവ എന്ന് പറയുന്ന ആ നാട് തന്നെ വലിയൊരു വിപത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത്. വീണ്ടും നമുക്കൊരു പുതിയ കഥയുമായിട്ട് കണ്ടുമുട്ടാം.